കണ്ടൂർ മഹാദേവ ശാസ്ത്രികളെ പോലെ ദേവീ ദർശനം കിട്ടിയ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ദേവതമാരെയാണ് അതിനകത്ത് ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് കുടിയിരുത്തുന്നത്. അപ്പോൾ ക്ഷേത്രബിംബത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ചൈതന്യം കൂട്ടാനാണല്ലോ. ഉപാസനാമൂർത്തി ഏതോ ആ ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പൂജ ചെയ്യണം. കുറച്ചു നേരം വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല ഇത് തെളിയും, ശുദ്ധമായ ഔഷധം പോലെ ഒരു ദ്രാവകം തെളിയും. അതിനെ ഊറ്റിയെടുത്തിട്ട് അതിനകത്ത് ഈ യന്ത്രത്തെ ഇട്ടേക്കണം. നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങ് മന്ത്രത്തിനെ കുറിച്ചും അതിന്റെ ഉപാസന മാർഗങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ ചഞ്ചലത മാറാൻ വേണ്ടിയിട്ട്, അതായത് മനസ്സിലുള്ള പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ നാളും നക്ഷത്രം വെച്ചുള്ള പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അത് മാറാൻ വേണ്ടിയിട്ട് പലരും ഏലസ് ധരിക്കാറുണ്ട്, ചിലവര് യന്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഏലസ്, എന്താണ് യന്ത്രം, അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത് വളരെ നല്ലത്. ഏലസ് എന്ന് പറയുന്നത് താൽക്കാലിക ആശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ധരിക്കുന്നതാണ്. യന്ത്രം എന്ന് പറയുന്നത് അങ്ങനെയല്ല. രണ്ടും ഒന്നാണെന്ന് പറയുന്ന പൂജാരിമാരൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ. യന്ത്രം എന്ന് പറയുന്നത് ഒരു ഉപാസനാ ദേവതയെ ആവാഹിച്ച് വെള്ളിത്തകടിലോ സ്വർണ്ണത്തകടിലോ യന്ത്രം എഴുതി അതിൽ മന്ത്രവും എഴുതിയിട്ട് ഒരു ദേവതയെ ആവാഹിച്ച് അതിൽ ഇരുത്തി പഞ്ചോപചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണോ പഞ്ചോപചാര കർമ്മങ്ങൾ പൂജകൾ ചെയ്യുന്നത് അതേ വിധിയിൽ പൂജ ചെയ്ത് എടുക്കുന്നതാണ് യന്ത്രം. യന്ത്രങ്ങൾ പല വിധിയുണ്ട്. ഒരു യന്ത്രം എഴുതുന്നതിൻ്റെ വിധി എന്താണെന്ന് കണ്ടൂർ മഹാദേവ ശാസ്ത്രികളെ പോലെ ദേവീ ദർശനം കിട്ടിയ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദശാംഗങ്ങൾ ആദ്യം പാലിക്കണം. 10 കാര്യങ്ങൾ: മന്ത്രഗായത്രി, യന്ത്രഗായത്രി, നേത്രമന്ത്രങ്ങൾ, സ്തോത്രമന്ത്രങ്ങൾ തുടങ്ങി ഉപാസനാമൂർത്തിയുടെ മന്ത്രം വരെ വരുമ്പം 10 അംഗങ്ങൾ, 10 കാര്യങ്ങൾ എല്ലാ യന്ത്രങ്ങൾക്കും പ്രധാനമാണ്. എല്ലാ യന്ത്രത്തിനും ഈ 10 കാര്യങ്ങൾ പാലിച്ചിരിക്കണം. പിന്നെ പ്രാണപ്രതിഷ്ഠാ മന്ത്രം ചൊല്ലിയിട്ട് ആവാഹന മന്ത്രം ചൊല്ലി ആ ദേവതയെ യന്ത്രത്തിൽ ഇരുത്തണം. ഇതെല്ലാം അതിൻ്റെ ചടങ്ങുകളാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ യന്ത്രശുദ്ധി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ആദ്യത്തെ ദിവസം ജലാധിവാസം, ജലത്തിലിടണം. 2-ാം ദിവസം കൃഷ്ണതുളസിയുടെ ചാറും പ്രസവിക്കാത്ത പശുക്കന്നിൻ്റെ ചാണകവും കൂടി നന്നായി കലക്കി കുറച്ചു നേരം വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല ഇത് തെളിയും, ശുദ്ധമായ ഔഷധം പോലെ ഒരു ദ്രാവകം തെളിയും. അതിനെ ഊറ്റിയെടുത്തിട്ട് അതിനകത്ത് ഈ യന്ത്രത്തെ ഇട്ടേക്കണം. 3-ാം ദിവസം പശുവിൻ പാലിൽ ഈ യന്ത്രം ഇടണം. 4-ാം ദിവസം 40 കഷായം ഉണ്ടാക്കി തണുപ്പിച്ചതിന് ശേഷം അതിൽ ഒരു ദിവസം യന്ത്രം ഇട്ടേക്കണം. 5-ാം ദിവസം പുണ്യാഹം ഉണ്ടാക്കിയിട്ട് ആ പുണ്യാഹത്തിൽ ഈ യന്ത്രം ഇടണം. അപ്പം യന്ത്രശുദ്ധി വന്നു. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? യന്ത്രവും എഴുതി മന്ത്രവും എഴുതിയതിന് ശേഷമാണ്. അതായത് യന്ത്രപൂജ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആചാരങ്ങളാണ് ഇതൊക്കെ. വേറൊരു കാര്യം അറിയേണ്ടത്, ആർക്കാണോ നമ്മൾ യന്ത്രം എഴുതുന്നത് ആ ആളിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നക്ഷത്രം പറഞ്ഞ് ഈ യന്ത്രം ധരിക്കാൻ പോകുന്ന സാധകൻ്റെയും പേരും നാളും പറഞ്ഞ് പൂജ ചെയ്യണം. ആർക്ക് പൂജ ചെയ്യണം? ഇത് ചെയ്യുന്ന ആചാര്യൻ്റെ ഉപാസനാമൂർത്തി ഏതോ ആ ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പൂജ ചെയ്യണം. അങ്ങനെ പൂജ ചെയ്തിട്ടേ യന്ത്രം വരയ്ക്കാനും തുടർന്നുള്ള മന്ത്രം എഴുതാനും പാടുള്ളൂ. അപ്പം ഈ ശുദ്ധീകരണ ക്രിയകളെല്ലാം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ യന്ത്രത്തിന് പൂജ ആരംഭിക്കാം. അപ്പം പൂജ ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 കാര്യങ്ങൾ പ്രത്യേക
ചിന്തിക്കണം. അതായത് ആദ്യം ചൊല്ലേണ്ടത് യന്ത്രഗായത്രിയാണ്, പിന്നെ മന്ത്രഗായത്രി, പിന്നീട് സ്തോത്രമന്ത്രങ്ങൾ, പിന്നെ നയനമന്ത്രങ്ങൾ, പ്രാണപ്രതിഷ്ഠാ മന്ത്രങ്ങൾ, ആവാഹന മന്ത്രങ്ങൾ, ഇതെല്ലാം ചെയ്ത് അതിന് ശേഷം ഏത് യന്ത്രമാണോ ഈ എഴുതിയത് ആ യന്ത്രത്തിൽ ദേവതമാരെ ആരൊക്കെയാണോ അവരുടെ മന്ത്രങ്ങൾ ജപിക്കണം. അപ്പം അതിന് ഇപ്പം ഉദാഹരണത്തിന് യന്ത്രരാജ്ഞി എന്നറിയപ്പെടുന്നത്, യന്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ത്രിപുരസുന്ദരി യന്ത്രമാണ്. 3 ദേവതമാരെയാണ് അതിനകത്ത് ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് കുടിയിരുത്തുന്നത്. ഒന്ന് ലക്ഷ്മി ഭഗവതി, മറ്റൊന്ന് കാളി ഭഗവതി, അടുത്തത് ചാമുണ്ടേശ്വരിയാകാം, അല്ലെങ്കിൽ പാർവതിയാകാം, പരാശക്തി. അപ്പൊ ഈ ദേവതമാരെ അവിടെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഈ ദേവതമാരുടെ മന്ത്രങ്ങൾ ഓരോന്നും ചിലത് 108 ജപിക്കാനുണ്ട്. അതിൽ കൃഷ്ണമന്ത്രവും ഉണ്ട്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ, ആ മന്ത്രവുമുണ്ട്. അങ്ങനെ എന്തെല്ലാം മന്ത്രങ്ങൾ പുസ്തകത്തിൽ താന്ത്രിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അത്രയും ഒരു പോലും കുറയാതെ ജപിക്കണം. അപ്പോൾ 1008 ജപിക്കാനുണ്ട് ചില ബീജാക്ഷരങ്ങൾ. അതായത് 324 ഉരു ജപിക്കേണ്ട മന്ത്രങ്ങളുണ്ട്, 100 ഉരു ജപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ എന്തെല്ലാം മന്ത്രങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അല്പം പോലും കുറവ് വരാതെ ജപിക്കണം. അത് യന്ത്രത്തിൽ മോതിരവിരൽ തൊട്ട് തന്നെ ജപിക്കണം. അങ്ങനെ ജപിച്ച് വിധിപ്രകാരം പൂജയും ചെയ്ത് എല്ലാ ദിവസവും നിവേദ്യം കൊടുക്കണം, ധൂപം കൊടുക്കണം, ദീപം കൊടുക്കണം, പുഷ്പസമർപ്പണം വേണം. അതാണ് ഞാൻ പഞ്ചോപചാര പൂജ എന്ന് നേരത്തെ പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ബിംബത്തിന് ഏതെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് മുഴുവനും ഈ യന്ത്രത്തിനും ചെയ്യണം. ഉദാഹരണം അഭിഷേകം ഉൾപ്പെടെ. ഇപ്പൊ ത്രിപുരസുന്ദരി യന്ത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം കുങ്കുമാഭിഷേകം ചെയ്യാം, ഒരു ദിവസം ഭസ്മാഭിഷേകം ചെയ്യാം, ഒരു ദിവസം പാലഭിഷേകം ചെയ്യാം. ഇങ്ങനെ പൂജ തീരുന്നത് വരെ മാറി മാറി ഓരോ ദിവസവും അഭിഷേകം, നിവേദ്യം, ദീപം, ധൂപം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ക്ഷേത്രബിംബത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ചൈതന്യം കൂട്ടാനാണല്ലോ, ബ്രഹ്മചൈതന്യം വർദ്ധിപ്പിക്കാനാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും വിധി. അങ്ങനെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും അത് ധരിക്കുന്ന ആളിന് വളരെ വലിയ ഫലങ്ങൾ ലഭിക്കും. യന്ത്രത്തിന്റെ വിധി ആളുകൾ വിചാരിക്കുന്നുണ്ട് കഴുത്തിൽ യന്ത്രം ധരിച്ചാൽ അമിതമായ സമ്പത്തുണ്ടാക്കാമെന്ന്. അതിലപ്പുറം ഒരു മൂഢത്തരം വേറെയില്ല. യന്ത്രങ്ങൾ ധരിക്കുന്നത് യഥാർത്ഥത്തിൽ പണമുണ്ടാക്കാനോ സ്ഥാനമാനങ്ങൾക്കോ അല്ല. ഉദാഹരണം, വക്രഗതിയിലോ അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിലോ നിലകൊള്ളുന്ന ഒരു രാഹു അല്ലെങ്കിൽ വ്യാഴം, ഏതെങ്കിലും നവഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം പിഴച്ചു നിൽക്കുന്നുവെങ്കിൽ ആ ഗ്രഹം മൂലം ഇത് വന്നു ചേർന്നേക്കാവുന്ന ദോഷങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയാണ്, ദോഷ പരിഹാരാർത്ഥമാണ് യന്ത്രങ്ങൾ ധരിക്കുന്നത്. കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തായി മാറി എന്ന് പറയുന്നത് പോലെ യന്ത്രം ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് വലിയ വിപത്തുകളിൽ നിന്നുള്ള മോചനമാണ്. നന്നായിട്ട് വിധിപ്രകാരം പൂജ ചെയ്തെടുത്ത ഒരു യന്ത്രം ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മഹാ അനുഗ്രഹം തന്നെയായിരിക്കും.